നമോ ആചാര്യപാദായ നിതായ കൃപാപ്രദായിനെ ഗൗരകഥാധാമദായ നഗരഗ്രാമതാരിണേ നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नीलाचल निवासाय नित्याय परमात्मने श्रीबलभद्र सुभद्राभ्यां जगन्नाथाय ते नमः। हरे कृष्ण। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ 58ാമത്തെ ശ്ലോകം, ആദ്യ ലീല 1-ാം അധ്യായത്തിലെ ശ്ലോകം 58 ഇന്ന്. പ്രഭു അത് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ അയച്ചിരുന്നു. ജീവേ സാക്ഷാത് നാഹീതാതേ ഗുരു ചൈത്യരൂപേ ശിക്ഷാ ഗുരു ഹയ കൃഷ്ണ മഹാന്ത സ്വരൂപേ. जीवे साक्षात् नाहीताते गुरु चैत्यरूपे शिक्षा गुरु हय कृष्ण महान्त स्वरूपे. जीवे ജീവസത്തയാൽ, സാക്ഷാത് പ്രത്യക്ഷ അനുഭവം, നാഹി ഇല്ല, താതെ അതുകൊണ്ട്, ഗുരു ഗുരു ചൈത്യരൂപേ പരമാത്മാവിന്റെ രൂപത്തിൽ, ശിക്ഷാ ഗുരു ഉപദേശങ്ങൾ നൽകുന്ന ആധ്യാത്മിക ഗുരു, ഹയ പ്രത്യക്ഷപ്പെടുന്നു, കൃഷ്ണ കൃഷ്ണൻ, മഹാന്ത ഉന്നതനായ ഭക്തൻ, സ്വരൂപേ സ്വരൂപത്തിൽ. വിവർത്തന ഭാവാർത്ഥം ശ്രീല പ്രഭുപാദരുടെ ശ്രീല പ്രഭുപാദ് കി ജയ്. പരമാത്മാവിന്റെ സാന്നിധ്യം ഒരുവനെ നേരിട്ട് കാണാൻ കഴിയാത്തതിനാൽ അവിടുന്ന് നമുക്ക് മുന്നിൽ മുക്തനായ ഒരു ഭക്തനായി പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയുള്ള ആധ്യാത്മിക ഗുരു കൃഷ്ണന്റെ സ്വരൂപം തന്നെയാണ്. ഭാവാർത്ഥം: ഒരു ബദ്ധാത്മാവിന് കൃഷ്ണനെ പ്രത്യക്ഷത്തിൽ സന്ധിക്കുക സാധ്യമല്ല. എന്നാൽ ഒരുവൻ ആത്മാർത്ഥതയുള്ള ഭക്തനായി ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടാൽ അവനോടുള്ള പ്രീതി കാട്ടുന്നതിനും അവനിൽ ഉറങ്ങിക്കിടക്കുന്ന സേവന പ്രവണതയെ ഉണർത്തുന്നതിനും വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ശിക്ഷാ ഗുരുവിനെ അയക്കുന്നു. 58ാമത്തെ ശ്ലോകം. ഇതിന് മുൻപിലത്തെ ശ്ലോകം, ഇത് 59 അതിന് മുൻപിലുള്ള ശ്ലോകം. അത് തന്നെ. ആചാര്യൻ ആ ഭാഗ്യവാനായ ബദ്ധാത്മാവിന്റെ ബാഹ്യേന്ദ്രിയങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അതേസമയം ഹൃദയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചൈത്യ ഗുരുവായി കൃഷ്ണന്റെ മാർഗദർശനം ഭക്തന് ഉള്ളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. നമുക്ക് നമ്മളുടെ ഉള്ളില് ഭഗവാൻ തന്നെ പരമാത്മാവായിട്ട് കുടികൊള്ളുന്നുണ്ട്, ഇല്ലേ? നമുക്കതറിയാം. അത് ആ പരമാത്മാവാണ്. ഉപദേഷ്ട അനുമന്ത, നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചതാണ്. ഉപദേഷ്ട അനുമന്ത എന്നീ 2 തരത്തിലാണ് നമ്മൾ ജീവാത്മാക്കളെ സഹായിക്കുന്നത്, ഇല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് യോഗ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് തരികയും നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു. ഇത് തരുന്നതാരാണ്? പരമാത്മാവാണ്. ആ പരമാത്മാവിനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ ഈ ഭൗതിക ലോകത്തിലെ ഭൗതികതയിൽ മുഴുകി കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഭൗതികമാണ്. ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ കാണാൻ നമുക്ക് സാധിക്കില്ല. അപ്പം പക്ഷേ നമ്മൾ ആഗ്രഹിക്കുകയാണ്, നമുക്ക് പരമാത്മാവിനെ ദർശിക്കണം,
ആ പരമാത്മാവിൽ കൂടി നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം കിട്ടണം, ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കണം എന്ന് നമ്മൾ സ്വയം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഭഗവാൻ തന്നെ നമുക്കതിനുള്ള വഴി തരും. ആ പരമാത്മാവിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ, എങ്ങനെ ദർശിക്കാൻ സാധിക്കും, അതിനുള്ള വഴി നമുക്ക് ഭഗവാൻ തരും. അപ്പം നമ്മൾ ആ ഭക്തിയുടെ സേവനത്തെ നമ്മൾ ഗൗരവമായിട്ട് കാണുകയും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു ശിക്ഷാഗുരുവിനെ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് തരും. ആ ശിക്ഷാഗുരു നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ തരികയും നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണഭക്തിയെ തട്ടി ഉണർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. നമ്മളുടെ ഉള്ളില് കൃഷ്ണഭക്തിയുണ്ട്, എല്ലാവരുടെ ഉള്ളില് കൃഷ്ണഭക്തിയുണ്ട്, പക്ഷെ അത് ഡോർമെന്റഡ് ആണ്, ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറങ്ങിക്കിടക്കുന്ന ഭക്തിയെ, അതായത് ആ വിത്തിനെ, നമ്മളൊരു വിത്ത് നട്ട് മുളച്ച് ചെടിയെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത്, അതേപോലെ നമ്മളുടെ ഉള്ളില് കൃഷ്ണഭക്തിയാകുന്ന വിത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ ഉറങ്ങിക്കിടക്കുന്ന വിത്തിനെ തട്ടി ഉണർത്തി ആ ഭക്തി, ആ ഡിവോഷൻ വളർത്തിയെടുക്കാൻ ശിക്ഷാഗുരുക്കൾ നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അവര് ഭക്തിയുടെ സേവനത്തെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും ഒക്കെ, നാമജപത്തിന്റെ മഹത്വം, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്ന് നമുക്കതിൽ താല്പര്യം ഉണ്ടാക്കി നമ്മളെ ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാൻ അവര് സഹായിക്കുന്നു നമ്മളെ. അങ്ങനെ ആ ശിക്ഷാഗുരുവിൽ കൂടി നമുക്ക് ദീക്ഷാഗുരുവിനെ മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് ഒരു ദീക്ഷാഗുരുവിനെ സ്വീകരിക്കണം. ആ ദീക്ഷാഗുരുവിന്റെ മഹത്വം എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ശിക്ഷാഗുരുവിൽ കൂടി നമുക്ക് സാധിക്കുന്നു. അപ്പം നമുക്ക് സേവനം ചെയ്യാനുള്ള വാസന നമ്മളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്, അല്ലേ? നമ്മളൊക്കെ സേവനം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഭൗതികമായിട്ടുള്ള സേവനമാണ്. നമ്മളുടെ കുടുംബത്തിന് ഉള്ളവരെ, ബന്ധുക്കളെ, ഇല്ലേ, മിത്രങ്ങളെ ഒക്കെ നമ്മൾ സേവിക്കുന്നുണ്ട്. പക്ഷെ ആ സേവന മനോഭാവം നമ്മൾ ഭഗവാനിലേക്ക് തിരിച്ചു വിടണം. ഈ ഭൗതികമായിട്ട് സേവിച്ചാൽ നമ്മൾ ഭൗതികതയിൽ കുടുങ്ങിക്കിടക്കുക ചെയ്യുക. അപ്പൊ അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കണം, പക്ഷെ ആസക്തി പാടില്ല. ആസക്തി അങ്ങോട്ട് വരണം, അറ്റാച്ച്മെന്റ് ഭഗവാനിലേക്ക് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു തരുന്ന ആരാണ്? ശിക്ഷാഗുരുക്കളാണ്. അപ്പം ദീക്ഷാഗുരു നമുക്ക് ദീക്ഷ തന്ന് ഭഗവാനിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എങ്ങനെ ഭഗവാനെ സേവിക്കണം, ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, ഇതൊക്കെ നമ്മളുടെ ദീക്ഷാഗുരു നമ്മൾക്ക് പറഞ്ഞു തരും. അങ്ങനെ ഒരു ദീക്ഷാഗുരു അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ആ ദീക്ഷാഗുരുവിനെ തിരസ്കരിക്കാനുള്ള അവകാശവുമുണ്ട്. അദ്ദേഹം ശരിയായ പരമ്പരയിൽപ്പെട്ട ഗുരുവല്ല എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരില്ല. അങ്ങനെ വരുമ്പോൾ ആ ഗുരുവിനെ ത്യജിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതുകൊണ്ടാണ് പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത്, ബോണഫിഡെ ആയിരിക്കണം സ്പിരിച്വൽ മാസ്റ്റർ. അതായത് ഗുരു ശിഷ്യ പരമ്പരയിൽ വരുന്ന ഒരു ആധ്യാത്മിക ഗുരുവിനെ വേണം നമ്മൾ സ്വീകരിക്കാനെന്ന് ശ്രീല പ്രഭുപാദർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകും. അതായത് നമ്മളെ നയിക്കുന്ന ഒരാൾ ശരിയായ പാതയിലല്ല മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മളും ആ തെറ്റായ പാതയിലൂടെ മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ഗുരു ശിഷ്യ പരമ്പരയ്ക്ക് പ്രാധാന്യമുള്ളത്. അപ്പൊ അങ്ങനെ ആ ആധ്യാത്മിക ഗുരു സിൻസിയർ ആണെങ്കിൽ തൻ്റെ ശിഷ്യരെയും ആ വഴിയിലൂടെ നയിച്ച് തൻ്റെ ശിഷ്യരെ എല്ലാവരെയും ഭഗവാന്റെ ധാമത്തിൽ എത്തിക്കാൻ ആ ദീക്ഷാ ഗുരുവിന് സാധിക്കുന്നു. അതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അത് ആ ഭഗവാൻ തന്നെ ഭഗവാനായിട്ടും നമ്മളുടെ ഉള്ളില് പരമാത്മാവായിട്ടും, അതായത് ചൈത്യ ഗുരുവായിട്ടും ഉള്ളിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ തന്ന് നമ്മളെ ഭക്തിമാർഗത്തില് മുന്നോട്ട് നയിക്കുന്നു. ഇനി 59-ാമത്തെ ശ്ലോകം. തതോ ദുസംഗമുത്സൃജ്യ സത്സു സജ്ജേത ബുദ്ധിമാൻ സന്ത ഏവാസ്യ ചിന്തന്തി മനോവ്യാസംഗമുക്തിഭിർ. തതോ ദുസംഗമുത്സൃജ്യ സത്സു സജ്ജേത ബുദ്ധിമാൻ സന്ത ഏവാസ്യ ചിന്തന്തി മനോവ്യാസംഗമുക്തിഭിർ. ആരെങ്കിലും ചൊല്ലുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 59. തതോതു സംഘം ഉത്സൃജ്യ സൽസു സജേത ബുദ്ധിമാൻ സന്ത ഏവാസ്യ ചിന്തന്തി മനോവ്യാസംഗം ഉക്തിബി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കണോ മാതാജി? വിവർത്തനം.
അതുകൊണ്ട് ദുഷിച്ച സഹവാസം ഉപേക്ഷിച്ച് ഭക്തന്മാരോട് മാത്രം സംസർഗം പുലർത്തുക. അത്തരം സാധുക്കൾക്ക് അവരുടെ സാക്ഷാത്കൃത നിർദ്ദേശങ്ങളാൽ ഒരുവനെ ഭക്തിയുത സേവനത്തിന് ഹിതകരമല്ലാത്ത പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കെട്ടുകൾ ഛേദിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ 26-ാം അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകമാണ്. ഇത് ഉദ്ധവഗീത എന്ന് അറിയപ്പെടുന്ന ഗ്രന്ഥഭാഗത്ത് കൃഷ്ണൻ ഉദ്ധവന് നൽകുന്ന ഉപദേശമാണ്. പുരൂരവസിന്റെയും ഉർവശിയുടെയും കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ സംവാദം. ഉർവശി പുരൂരവസിനെ ഉപേക്ഷിച്ചു പോയപ്പോൾ അവളുടെ വേർപാട് മൂലം അഗാധമായി ബാധിക്കപ്പെട്ട അദ്ദേഹത്തിന് തന്റെ ദുഃഖത്തെ അതിജീവിക്കാൻ പഠിക്കേണ്ടി വന്നു. ഈ കഥ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. ഉർവശി ഒരു അപ്സരസാണ്. സ്വർഗലോകത്തിൽ അപ്സരസുകളിൽ ഒരാളാണ് ഉർവശി. പുരൂരവസ ഉർവശിയെ കണ്ടപ്പോൾ ഉർവശിയെ പ്രാപിക്കാൻ അതിയായിട്ടുള്ള മോഹം. അങ്ങനെ ഉർവശിയുമായിട്ട് അടുത്തുകൂടുകയും, പക്ഷെ ഉർവശി എന്ത് ചെയ്യും? ഉർവശിയുടെ കയ്യിൽ ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കണ്ടീഷൻ മുന്നോട്ട് വെച്ചു. ഈ ആട്ടിൻകുട്ടിയുടെ സുരക്ഷ പുരൂരവസ ഏറ്റെടുക്കണം. ആരും അതിനെ ഉപദ്രവിക്കാനോ മോഷ്ടിച്ചു കൊണ്ടുപോകാനോ പാടില്ല. രണ്ടാമത്തേത്, കിടപ്പറയിലല്ലാണ്ട് പുരൂരവസിനെ നഗ്നനായിട്ട് കാണാൻ പാടില്ല. അങ്ങനെ വന്നാലും ഉപേക്ഷിച്ച് പോകും. ഇങ്ങനെ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് പുരൂരവസിന്റെ കൂടെ കുറച്ച് നാള് ഉർവശി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കെ ദേവലോകത്തിൽ എല്ലാവർക്കും ഉർവശിയെ കാണാഞ്ഞിട്ട് അവിടെ വെപ്രാളമായി. എങ്ങനെയെങ്കിലും ഉർവശിയെ തിരിച്ചു കൊണ്ടുവരണമെന്നായി അവർക്ക്. അതിനായിട്ട് അവരെന്ത് ചെയ്തു? ഒരിക്കല് ഇവരെ ഉറങ്ങിക്കിടക്കുമ്പോൾ ആട്ടിൻകുട്ടിയെ മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പം ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഉർവശി ഉണർന്നു. അപ്പൊ പുരൂരവസിനോട് പറഞ്ഞു, എൻ്റെ ആട്ടിൻകുട്ടി ആരോ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു, അതിനെ രക്ഷിക്കണം, പോയി വേഗം അതിനെ പിടിച്ചു കൊണ്ടുവരുമെന്ന്. ആ പുരൂരവസ് ഉറങ്ങിക്കിടന്ന് അതേപടി തന്നെ എഴുന്നേറ്റ് ഓടി. അപ്പം ദേവന്മാർ ഈ അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അവരെന്ത് ചെയ്തു? മിന്നല് ഉണ്ടാക്കി. ആ മിന്നലിന്റെ വെളിച്ചത്തില് പുരൂരവസിന്റെ നഗ്ന ശരീരം ഉർവശി കാണുന്നു. അപ്പൊ ഉർവശി നേരത്തെ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് ഇനി അവിടെ നിൽക്കില്ല. അപ്പൊ ഉർവശി പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇത്, അങ്ങ് വാക്ക് തെറ്റിച്ചു, അതുകൊണ്ട് ഇനി ഒരു നിമിഷം ഞാൻ നിൽക്കില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഉർവശി സ്വർഗലോകത്തിലേക്ക് പോയി. അപ്പൊ പുരൂരവസ് ആകെ ദുഃഖിതനായി. കാരണം എന്താണ്? ഇന്ദ്രിയാസക്തി. അതാണ് നമ്മളെയും. പുരൂരവസ്ഥ ഈ ഭൗതിക ലോകത്തിലെ ഒരാളാണ്, ഉർവശി സ്വർഗലോകത്തിലെ ഒരു വ്യക്തിയാണ്, അല്ലേ? അപ്പം ഇന്ദ്രിയ ആസ്വാദന ത്വരയാണ് നമ്മളെയും ഇതുപോലെ ഭൗതികതയിൽ നമ്മളെയും കെട്ടിയിടുന്നത്. അപ്പൊ പുരൂരവസിന്റെ ദുഃഖം അദ്ദേഹത്തിന്, ആ വിരഹ ദുഃഖം, ഉർവശിയെ പിരിഞ്ഞ ദുഃഖം അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം വളരെ വിരഹാതുരനായിട്ട് നടക്കുകയാണ്. അദ്ദേഹം ഉർവശിയെ പ്രാപിക്കാനുള്ള വഴികൾ ആലോചിച്ചു. ഇനി എന്ത് ചെയ്താലാണ് എനിക്ക് ഉർവശിയുടെ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്തു. നോക്കൂ, ഇന്ദ്രിയ വിഷയത്തെ, ആ വിഷയത്തിലുള്ള ആസക്തി ഒരു മനുഷ്യനെ എത്രമാത്രം അധപ്പതിപ്പിക്കും എന്നുള്ളതിന്റെ തെളിവാണ് പുരൂരവസ്. ഒരു രാജാവാണ് അദ്ദേഹം, ഉത്തമനായിട്ടുള്ള രാജാവാണ്. പക്ഷെ ഒരു സ്ത്രീയിൽ അനുരക്തനായിട്ട് ആ സ്ത്രീയെ വീണ്ടും പ്രാപിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. ഇതുപോലെയാണ് നമ്മളും ഈ ഭൗതിക ലോകത്തിൽ ഭൗതികമായിട്ടുള്ള കെട്ടുപാടുകളിൽപ്പെട്ട, ആസക്തിയിൽപ്പെട്ട് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് കരുതി ഭൗതികത ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം കഷ്ടപ്പെടുകയാണ്. കഷ്ടപ്പെട്ട കിട്ടുന്ന പൈസ അതിനുവേണ്ടി ചെലവഴിക്കുകയാണ്, ഇല്ലേ? വീണ്ടും 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 അത് അനുഭവിക്കാനുള്ള ആഗ്രഹം, ത്വര നമ്മളുടെ ഉള്ളിൽ വളർന്നു വരികയാണ്. ഈ ത്വരയെ നമ്മൾ എന്ത് ചെയ്യണം? മുളയിലെ നുള്ളിക്കളയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ ഭൗതികമായിട്ട് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ആനന്ദം, ഇത് നിമിഷ നേരത്തേക്കുള്ള, അത് തുച്ഛമാണ്. നിമിഷ നേരം മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ എന്താണ് കരുതുന്നത്? ഇതാണ് ആനന്ദം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആനന്ദം ഇതാണ്, അത് ഇനിയും എങ്ങനെ അനുഭവിക്കാം എന്നുള്ള അതിനുള്ള വഴികൾ തേടി നമ്മൾ പല വഴികളിലൂടെയും പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും നമ്മളെ പോലുള്ള മന്ദബുദ്ധികൾ മനസ്സിലാക്കുന്നില്ല, ഇത് പൊട്ടത്തരമാണ്, ഇതുകൊണ്ടൊന്നും നേടില്ല. നമ്മൾ ഭഗവാനെ സമീപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യമായിട്ടുള്ള നിത്യാനന്ദം, ശാശ്വതമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ എന്ന് നമ്മൾ എത്രയൊക്കെ കേട്ടാലും പഠിച്ചാലും നമ്മൾ മനസ്സിലാക്കില്ല. അപ്പം പുരൂരവസ്ഥ ഇങ്ങനെ കുറെ കഷ്ടപ്പെട്ടു. അങ്ങനെ അവസാനം ഉർവശി മുന്നിൽ വരും. മുന്നിൽ വന്നിട്ട് ചോദിക്കും, അങ്ങ് എന്താണ് ചെയ്യുന്നത്? ഒരു സ്ത്രീയാണ് ഞാൻ, ഈ വെറും മാംസമാണ് എൻ്റെ ശരീരം, ഇതിനോട് എന്തിന് ആസക്തി കാണിക്കുന്നു? ഈ ആസക്തി അങ്ങ് ഭഗവാനിലേക്ക് തിരിച്ചുവിട്ടു, കൃഷ്ണനിലേക്ക് തിരിച്ചുവിട്ടാല് അങ്ങയുടെ ജന്മം സഫലമാകും. അങ്ങനെ പുരൂരവസ്ഥ ഭക്തനാകുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളും
ഇതിന് ആയിട്ട് നമ്മൾ ശ്രമിക്കണം. ഈ ഇന്ദ്രിയ ത്വര വിട്ടിട്ട് നമ്മൾ ഭഗവാനെ നമുക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം നമ്മളുടെ ഉള്ളിൽ വന്ന് നമ്മൾ അതിനായിട്ടുള്ള വഴി കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകണം. അതിനെന്ത് ചെയ്യണം? ഭക്തന്മാരുടെ അസോസിയേഷൻ, ഭക്തന്മാരുടെ സംഘത്തിൽ കൂടി മാത്രമേ നമുക്ക് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അവരോടൊപ്പം ഇരുന്ന് തിരുനാമം ജപിക്കുകയും ഭഗവത് കഥകൾ കേൾക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണഭക്തിയെ തട്ടി ഉണർത്തി വളർത്തിയെടുക്കാന് നമുക്ക് സാധിക്കും. ഭക്തിലതാ ബീജം, മഹാപ്രഭു അതാണ് പറയുന്നത്. നമ്മളുടെ എല്ലാവരുടെ ഉള്ളില് ഭക്തി ആകുന്ന വിത്തുണ്ട്. അതിനെ വളർത്തിയെടുത്ത് ഭക്തിലതയെ നമ്മൾ ശ്രീകൃഷ്ണ വളർത്തി വളർത്തി വെള്ളവും വളവും ഇട്ട് നമ്മൾ ചെടിയെ വളർത്തുന്നത് പോലെ ശ്രവണത്തിൽ കൂടിയും തിരുനാമ ജപത്തിൽ കൂടിയും ഭക്തിയുടെ സേവനത്തിൽ കൂടിയും അതിനെ വളർത്തി കൊണ്ടുവന്ന് എവിടെ എത്തിക്കണം? ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എത്തിക്കണം. അപ്പോൾ നമുക്ക് ഭഗവാന്റെ ആ പ്രേമഭക്തി കിട്ടാന് നമുക്ക് സഹായകമാകും. അപ്പൊ അത് ഭക്തന്മാരുടെ സംഘത്തിൽ കൂടി മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് ഭക്തിയിൽ മുന്നോട്ട് പോകാന് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മളുടെ വിഷയാസക്തി നമ്മൾ എങ്ങോട്ടാക്കണം? ഭഗവാനിലേക്കുള്ള ആസക്തിയാക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭഗവത് പ്രാപ്തി ഉറപ്പാണ്. അപ്പം നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം പകർന്നു തരാൻ, അതീന്ദ്രിയ ജ്ഞാനം പകർന്നു തരാൻ കഴിവുള്ളവരുമായിട്ട് നമ്മൾ ഇടപഴകണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞതയെ തട്ടി നീക്കാന് നമുക്ക് സാധിക്കുകയുള്ളൂ. ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങളെല്ലാം നീക്കാന് നമുക്ക് സഹായകമാവുകയുള്ളൂ. ഇപ്പം നമ്മൾക്ക് ഒന്നും അറിയില്ല, ഇല്ല, നമ്മളൊക്കെ കണ്ടീഷൻ സോൾസ് ആണ്, ബദ്ധാത്മാക്കളാണ്. നമ്മൾക്ക് എന്താണ് നല്ലത് എന്താണ് ചീത്ത ഇത് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകുന്നത്, ഇല്ലേ? ഇപ്പം നമുക്കറിയാം ഐസ്ബർഗ്, ഇല്ലേ? ഈ തണുപ്പ് രാജ്യങ്ങളിൽ അന്റാർട്ടിക്ക, ആർട്ടിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഐസ്ബർഗുകൾ ധാരാളം ഉണ്ട്, ഇല്ല? നമ്മളൊരു വാർത്ത കേട്ടതാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്. ഒരു കപ്പല് ഐസ്ബർഗിൽപ്പെട്ട് അത് അപകടത്തിൽപ്പെട്ട അതിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം മരണമടഞ്ഞതെന്ന്. കാരണം എന്താണ്? ആ ക്യാപ്റ്റൻ നോക്കുമ്പം ഐസ് കട്ട വരുന്നതേ കാണുന്നുള്ളൂ. ആ ഐസ് കട്ട മുകളിലുള്ളത് ചെറുതായിരിക്കാം, ഇല്ലേ? പക്ഷെ അത് വെള്ളത്തിന്റെ അടിയിലേക്ക് വളരെ ആഴത്തിലേക്ക് ഐസ് കട്ട പോയിട്ടുണ്ടാവാം. അത് കാണാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് കപ്പല് അതിൽ തട്ടി തകർന്ന് ആൾക്കാരെല്ലാം മുങ്ങി മരിച്ചത്. അതുപോലെ ആണ് നമ്മളുടെ ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. വളരെ അപകടം പിടിച്ചതാണ്. നമ്മൾ നോക്കുമ്പോൾ പുറമേക്ക് നല്ല ഭംഗിയാണ്, ഒരു കുഴപ്പവുമില്ല, അടിച്ചു പൊളിച്ച് ജീവിക്കാം. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മളതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കുന്നത്. എത്രമാത്രം ദുഃഖഭരിതമാണ്, ക്ലേശഭരിതമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പൊ ഇതിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ നമ്മൾ തനിയെ ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ചാൽ മാത്രം പോരാ, നമ്മൾ എങ്ങനെ പുറത്ത് കിടക്കാമെന്ന് നമ്മൾ ചിന്തിക്കുകയും അതിനോടൊപ്പം അതിനായിട്ടുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് നമ്മളെ സഹായിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവരുമായിട്ട് നമ്മൾ ഇടപഴകുകയാണെങ്കിൽ നമുക്ക് ഇന്ദ്രിയ ആസക്തിയിൽ നിന്ന്, ഭൗതികമായിട്ടുള്ള ആസക്തിയിൽ നിന്ന് പുറത്ത് കടക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് ഒരു മുറി അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ആ മുറി തുറക്കുമ്പോൾ എന്താണ്? പൊടിയായിരിക്കും. അതേപോലെ നമ്മളുടെ ഉള്ളില് നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഈ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ പാപങ്ങളാണ്, ആ പ്രാരബ്ധങ്ങളാണ് നമ്മളിപ്പോൾ ചുമന്നുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? ഇതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ നമ്മൾ ഭക്തന്മാരുമായിട്ട്, കൃഷ്ണ ഭക്തരുമായിട്ടുള്ള അസോസിയേഷൻ, സംഘമെടുക്കണം. ഭഗവാനെ കുറിച്ച് നമ്മൾ ശ്രവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങൾ നീക്കി നമുക്ക് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോയി ഭഗവത് സാക്ഷാത്കാരം നേടാൻ നമ്മൾക്ക് സാധിക്കുള്ളൂ. മഹാപ്രഭു പറയുന്നുണ്ട്, മായാവാദി ഭാഷ ശുനിയിലെ ഹോയി സർവനാശ്. മായാവാദികളുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സർവനാശത്തിൽ പെടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? മായാവാദികൾ എന്താ ചെയ്യുന്നത്? അവര് ഊഹാപോഹികളാണ്, ഇല്ലേ? അവര് ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവര് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നത് പെരുപ്പിച്ച് പറഞ്ഞിട്ടാണ് അവര് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കരുത് എന്ന് മഹാപ്രഭു പറയാറുണ്ട്. അങ്ങനെ കേട്ട് കഴിഞ്ഞാല് നമ്മൾക്ക് എന്താണ്? നാശമാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്, അതീന്ദ്രിയ ശാസ്ത്രം പഠിക്കുന്നതിന് ഒരുവൻ അഭികാമ്യമല്ലാത്ത സഹവാസം ഒഴിവാക്കുകയും അതീന്ദ്രിയ ശാസ്ത്രത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകാൻ കഴിവുള്ള സാധുക്കളുടെയും മുനിമാരുടെയും സഹവാസം തേടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പം
നമ്മൾ എപ്പോഴും കൃഷ്ണ ഭക്തരോടൊപ്പം ഭക്തരുടെ സംഘത്തിൽ ഇരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. ആ ഭക്തന്മാരുടെ അസോസിയേഷനിൽ ഇരുന്നു കൊണ്ട് തിരുനാമം ജപിക്കുകയും ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കും നമ്മളുടെ ഉള്ളില് ഭക്തി വളർത്താൻ നമുക്കും സാധിക്കും. അത്തരം സാക്ഷാത്കൃത ആത്മാക്കളുടെ ശക്തി നിറഞ്ഞ വാക്കുകൾ നമ്മളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുകയും വർഷങ്ങൾ നീണ്ട ദുസ്സംഗത്താൽ അടിഞ്ഞുകൂടിയ എല്ലാ മിഥ്യാധാരണകളെയും കഴുകിക്കളയുകയും ചെയ്യുന്നു. അങ്ങനെ അവരൊക്കെ സാക്ഷാത്കാര തലത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ശുദ്ധഭക്തരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളില് ജന്മജന്മാന്തരങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപങ്ങളെല്ലാം, ആ പ്രാരബ്ധങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ, നമ്മളുടെ ആ കർമ്മഫലങ്ങളെല്ലാം ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുകയും നമ്മളുടെ ഉള്ളിൽ ശുദ്ധമായിട്ട് ഭഗവാനെ കുറിച്ച് ശ്രവിക്കാനും നമ്മളുടെ ഉള്ളിലെ ഭക്തി നമുക്ക് വളർത്തിയെടുക്കാനും നമുക്ക് സഹായകരമാകുന്നു. ഒരു നവഭക്തന് 2 വിധത്തിലുള്ള വ്യക്തികളുടെ സഹവാസം അനഭികാമ്യമാണ്. ഏതൊക്കെയാണ് അത്? നിരന്തരം ഇന്ദ്രിയ സുഖത്തിൽ മുഴുകുന്ന സ്ഥൂല ഭൗതികവാദികൾ, അതാണ് ഞാൻ മായാവാദികൾ പറഞ്ഞത്. അതുപോലെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതെ തങ്ങളുടെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും സേവിക്കുന്ന അവിശ്വാസികളുടെയും, അതായത് മായാവാദികള് അവര് ഊഹാപോഹികളാണ്. അവര് അവിടുന്ന് ഇവിടുന്നും കണ്ടതും കേട്ടതും ഒക്കെ വിളിച്ചു പറയും. അത് അബദ്ധങ്ങളായിരിക്കും, പക്ഷെ എന്നാലും അവരതിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകും. അപ്പൊ മായാവാദികളുടെ വാക്കുകൾ കേട്ട് അവരുടെ പിന്നാലെ പോകുന്ന നമ്മളും വഴിതെറ്റുകയാണ് ചെയ്യുന്നത്. അതീന്ദ്രിയ സാക്ഷാത്കാരം തേടുന്ന ബുദ്ധിമാന്മാരായ വ്യക്തികൾ കൃതകൃത്യതയോടെ ഇത്തരക്കാരുടെ സഹവാസം ഉപേക്ഷിക്കണം. അതുകൊണ്ട് ഭഗവത് പ്രാപ്തി ആഗ്രഹിക്കുന്നവര്, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ള മായാവാദികളെ, ഊഹാപോഹ പടുക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭക്തരോടൊപ്പം കഴിയണം. ഭക്തരോടൊപ്പം ഇരുന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കുകയും തിരുനാമം ജപിക്കുകയും ശാസ്ത്രങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാക്ഷാത്കാര തലത്തിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. ഇനി അടുത്ത ശ്ലോകം 60ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. സദാമ്രസംഗാൻ മമ വീര്യ സംവിദോ ഭവന്തി ഹൃത്കർണരസായന കഥാഃ തജ്ജോഷണാദ് ആശ്വാപവർഗവത്മനി ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. സദാം പ്രസംഗാൻ മമ വീര്യ സംവിദോ ഭവന്തി ഹൃത്കർണരസായന കഥാഃ തജ്ജോഷണാദ് ആശ്വാപവർഗവത്മനി ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. ആരെങ്കിലും ചൊല്ലു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ചെല്ലട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് സദാം പ്രസംഗാൻ മമ വീര്യ സംവിദോ ഭവന്തി ഹൃത്കർണരസായന കഥാ തജ്ജോഷണാ ആശ്വപവർഗവർമ്മിനി ശ്രദ്ധാരിതിർ ഭക്തിരനുക്രമിഷ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീലപ്രഭാതിജി. ആത്മീയ ശക്തി നിറഞ്ഞ ഭഗവത് സന്ദേശങ്ങൾ ഭക്തന്മാരുടെ സമൂഹത്തിൽ മാത്രമേ ശരിയായി ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ. ആ സഹവാസത്തിൽ അത് ശ്രവിക്കുന്നത് കർണാനന്ദകരവുമാണ്. ഒരുവൻ ഭക്തന്മാരിൽ നിന്ന് ശ്രവിക്കുമ്പോൾ മോക്ഷമാർഗം പെട്ടെന്ന് തുറക്കപ്പെടുകയും അവൻ ക്രമേണ ദൃഢവിശ്വാസം നേടുകയും അത് കാലക്രമത്തിൽ ആകർഷണവും ഭക്തിയുമായി വളരുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് മായാവാദികളോടൊപ്പം കഴിഞ്ഞാൽ എന്താ പറ്റുക? നമ്മളും മായാവാദിയായി തീരും, ഇല്ലേ? പിന്നെയും ഈ ജനന മരണ ദുഃഖദോഷാനുദർശനം എന്ന് പറയുന്ന പോലെ ഇതിൽപ്പെട്ട് ഉഴറി നമ്മളുടെ കോടിക്കണക്കിന് ജന്മങ്ങൾ ഇവിടെ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭക്തന്മാരുടെ സംഘത്തിലിരുന്ന്, അസോസിയേഷനിലിരുന്ന് ഭഗവാനെ കുറിച്ച് ശ്രവിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്പം ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എവിടെയാണ്? ഭക്തരാണ്, ഇല്ലേ? ഭഗവത്ഗീത 10ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 2 ഭക്തരെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവർക്ക് വേറൊന്നും പറയാനില്ല, ഇല്ലേ? ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് അവര് സംസാരിക്കുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭക്തരോടൊപ്പം കഴിയാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ സഹവാസത്തിൽ അത് ശ്രവിക്കുന്നത് കർണാനന്ദകരവുമാണ്. ഭക്തന്മാരോടൊപ്പം ഇരുന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം, ഒരു സംതൃപ്തി നമുക്ക് കിട്ടും. ഒരുവൻ ഭക്തരിൽ നിന്ന് ശ്രവിക്കുമ്പോൾ മോക്ഷമാർഗം പെട്ടെന്ന് തുറക്കപ്പെടുകയും അവൻ ക്രമേണ ദൃഢവിശ്വാസം നേടുകയും അത് കാലക്രമത്തിൽ ആകർഷണവും ഭക്തിയുമായി വളരുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഭക്തരോടൊപ്പം ഇരുന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വേറൊരു ചിന്തയും വരുന്നില്ല, ഇല്ലേ?
ഇപ്പം നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നാമം ജപിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ, നമ്മളുടെ മനസ്സ് എവിടേക്കോ പോകും. ഇല്ലെങ്കിൽ അടുക്കളയിലേക്കാവും പോവുക, ഇല്ലെങ്കിൽ ജോലി കാര്യങ്ങളെ കുറിച്ചിട്ടാവും പോവുക. നാമം ജപിക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് എവിടെയാണ്. അതേസമയം ഭക്തരോടൊപ്പം ഇരുന്ന് നാമം ജപിക്കുകയും ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് വേറെ എങ്ങും പോവില്ല. നമ്മളുടെ മനസ്സ് ഭഗവാനിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നു. അപ്പം നമ്മൾ കേൾക്കുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അത് നമ്മളുടെ ബുദ്ധിയിൽ അത് നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭഗവാനിൽ നമുക്ക് ഉറച്ച വിശ്വാസം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ശ്രദ്ധ അല്ലെങ്കിൽ വിശ്വാസം, ഇതാണ് നമ്മളെ ഭക്തിമാർഗത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. അത് ഭഗവാനോട് പിന്നെ നമുക്ക് പ്രത്യേക ഒരു അട്രാക്ഷൻ, ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രത്യേകമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയും അങ്ങനെ കൃഷ്ണഭക്തി നമ്മിൽ വളർന്നു വരികയും ചെയ്യും. ഈ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിൽ നിന്ന് എടുത്തതാണ്. അതായത് കപിലോപദേശം തന്റെ മാതാവായ ദേവഹൂതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഒരുവൻ ഭക്തിയുടെ സേവനത്തിൽ പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് ഈ പ്രക്രിയ ഉത്തരോത്തരം വ്യക്തവും ഉത്തേജനകരവുമായി തീരുന്നു. ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരുന്നതിലൂടെ ഈ ഉത്തേജനം ലഭിക്കാത്ത പക്ഷം പുരോഗതി നേടുവാൻ കഴിയുകയില്ല. അതിനാൽ ഈ നിർദ്ദേശങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരുവന്റെ അഭിരുചിയുടെ അഭിവൃദ്ധി അവന്റെ ഭക്തിയുടെ സേവനത്തിന്റെ ഗുണപരീക്ഷണമാണ്. ആദ്യമായി ഒരുവൻ യോഗ്യതയുള്ള ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ഭക്തിശാസ്ത്രത്തെക്കുറിച്ചുള്ള ശ്രവണത്തിലൂടെ വിശ്വാസം വളർത്തണം. പിന്നീട് ഭക്തരോട് സഹവസിക്കുകയും ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ സ്വജീവിതത്തിൽ സ്വീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതനുസരിച്ചിട്ട് ഭക്തിയുടെ സേവന നിർവഹണത്തിലൂടെ തന്നെ അവന്റെ സന്ദേഹങ്ങളും മറ്റു തടസ്സങ്ങളും ഇല്ലാതാക്കപ്പെടും. ഭഗവത് സന്ദേശങ്ങൾ തുടർച്ചയായി ശ്രവിക്കുകയും അവ്യർത്ഥം നിലയുറപ്പിച്ച് മുന്നേറുകയും ചെയ്യുമ്പോൾ ഒരുവനിൽ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിനുള്ള ശക്തമായ ആകർഷണം വളരുകയും നിശ്ചയമായി ഭഗവാനോടുള്ള നൈസർഗികമായ പ്രേമത്തിലേക്ക് പടിപടിയായി ആ ഭക്തൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഹരേ കൃഷ്ണ. അപ്പം ശ്രവണത്തിന്റെ മഹാത്മ്യം വെളിപ്പെടുത്തുന്നതാണ് ഈ ശ്ലോകം എന്ന് പറയുന്നത്. ഇത് കപില ദേവൻ തന്റെ മാതാവായ ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണിത്. അപ്പം നമ്മളെപ്പോഴും ഭക്തരുടെ സംഘത്തില് കഴിച്ചുകൂട്ടി ഭഗവാനെ കുറിച്ച് ശ്രവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിമാർഗത്തില് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് വീണ്ടും 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 ഇവിടെ പറഞ്ഞുറപ്പിക്കുകയാണ് ശ്രീല പ്രഭുപാദര് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താണ് ആദ്യമേ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ശരീരമല്ല ആത്മാവാണ് എന്ന് നമ്മളുടെ ഉള്ളിൽ ഉറപ്പിക്കുക. അപ്പം നമുക്ക് ശരീരബോധം ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ആ ശരീരബോധം പോയി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനോടുള്ള ആസക്തി, അറ്റാച്ച്മെന്റ് വർദ്ധിച്ചു വരികയും ചെയ്യും. അപ്പം നമുക്ക് ഭക്തിയുടെ സേവനം ചെയ്യാൻ നമുക്ക് ഉള്ളിൽ നിന്ന് പ്രേരണ കിട്ടും. നമ്മൾ സേവനത്തിൽ ഏർപ്പെടുകയും സേവനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ ആനന്ദം, ആ സേവനത്തിൽ നിന്ന് കിട്ടുന്ന അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദം, ആ എറ്റേണൽ ബ്ലിസ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ ആനന്ദം ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ഉള്ളിൽ നിന്ന് ആനന്ദം പോവില്ല. നമ്മളെപ്പോഴും ആ ആനന്ദത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ആനന്ദം എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും എന്നാകും. ഇല്ല, നമുക്കറിയാം നാരദന്റെ കഥ. കുട്ടിയായിരുന്ന നാരദന് സാധുക്കളുമായിട്ടുള്ള ആ ചാതുർമാസ്യം നോൽക്കാൻ വന്ന സാധുക്കളുമായിട്ടുള്ള സത്സംഗം മൂലം അവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുകയും ചെയ്തത് മൂലം ആ കുട്ടിയായ നാരദന് ആ ആനന്ദം ഒരു നിമിഷമെങ്കിലും തൻ്റെ ഉള്ളിൽ അനുഭവിക്കാനും ഭഗവാന്റെ ദർശനം ഒരു നിമിഷത്തേക്കെങ്കിലും തൻ്റെ ഉള്ളിൽ കിട്ടാനും ആ നാരദന് സാധ്യമായി. ഇല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ആ നാരദനിലേക്ക് നാരദൻ എത്തിച്ചേർന്നത്. അതുപോലെ നമ്മൾക്കും ഒരിക്കലെങ്കിലും ആ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചാൽ പിന്നെ നമ്മൾ വേറൊന്നിനെയും ആഗ്രഹിക്കില്ല. ഇനി എങ്ങനെ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്നായിരിക്കും നമ്മളുടെ ചിന്ത. നമ്മളുടെ മനസ്സും ബുദ്ധിയും ഒക്കെ അതിൻ്റെ പിന്നാലെ ആയിരിക്കും പോവുക. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മൾ ഒരു ആധ്യാത്മിക ഗുരുവിനെ, സ്പിരിച്വൽ മാസ്റ്ററെ, അതായത് ദീക്ഷാ ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം. നമുക്കതിനുള്ള സമയമാകുമ്പോൾ ഭഗവാൻ നമുക്കതിനുള്ള ആ വഴി തുറന്നു തരും. അങ്ങനെ അതിലൂടെ മുന്നോട്ട് പോയിട്ട് നമ്മളൊരു ദീക്ഷാ ഗുരുവിനെ സ്വീകരിച്ച് നമ്മൾ ദീക്ഷയെടുത്ത ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. അതുപോലെ 4 യമനിയമങ്ങൾ പാലിക്കണം. ഈ യമനിയമങ്ങൾ എന്ന് പറയുന്നത് വളരെ കർക്കശമാണ്. ശ്രീല പ്രഭുപാദർ വളരെ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ആ യമനിയമങ്ങൾ പാലിച്ചില്ല എങ്കിൽ നമുക്ക് ഭഗവത് പ്രാപ്തി ഉണ്ടാവില്ല.
ആ യമനിയമങ്ങൾ നമ്മൾ ഒരിക്കലും അത് തെറ്റിക്കാനേ പാടില്ല. നമ്മൾ ചിട്ടയോടെ അത് പാലിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ല എങ്കിൽ നമുക്ക് ഭക്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഭക്തിമാർഗത്തിലുള്ള എല്ലാ തടസ്സങ്ങളും, ഭക്തിയുടെ സേവന പാതയിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാൻ നമുക്ക് സഹായമാകും. അതിനെയാണ് നമ്മൾ അനർത്ഥ നിവർത്തി എന്നെപ്പോഴും പറയുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങളെല്ലാം മാറിക്കിട്ടും. നമ്മൾ ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞ് ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അതേപടി അനുസരിച്ച് യമനിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള അനർത്ഥങ്ങളും നീങ്ങിക്കിട്ടും. അങ്ങനെ നമുക്ക് ഭക്തരുടെ സംഘത്തിലിരുന്ന് ഭക്തിയുടെ സേവനം ചെയ്യാനും ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ നാം ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ പരിശുദ്ധമായിട്ടുള്ള ഭഗവത് പ്രേമം, നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നൈസർഗികമായിട്ടുള്ള ഭഗവത് പ്രേമത്തെ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ വളർന്നു വരുന്നു. അപ്പം ആ ഭക്തിയുടെ സേവനം ചെയ്യാനുള്ള ഒരാഗ്രഹം നമ്മളുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ ഇങ്ങനെ നമുക്ക് സാധിക്കുന്നു. അപ്പം നമ്മൾ എവിടെ നോക്കിയാലും സേവനത്തിന്റെ മഹത്വമാണ് ശ്രീല പ്രഭുപാദര് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, ഇല്ലേ? സേവനം ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഭഗവാനെ കിട്ടില്ല. നമ്മൾ നാമജപം കൊണ്ട് മാത്രമായില്ല, സേവനം ചെയ്യണം. ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രവർത്തിക്കുക, എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കിട്ടുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിലും ശ്രീല പ്രഭുപാദര് നമ്മളെ ഊട്ടി ഉറപ്പിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഭക്തിയുടെ സേവന നിർവഹണത്തിലൂടെ തന്നെ അവന്റെ സന്ദേഹങ്ങളും മറ്റു തടസ്സങ്ങളും ഇല്ലാതാക്കപ്പെടും. ഭഗവത് സന്ദേശങ്ങൾ തുടർച്ചയായി ശ്രവിക്കുകയും അവ്യഥം നിലയുറപ്പിച്ച് മുന്നേറുകയും ചെയ്യുമ്പോൾ ഒരുവനിൽ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിനുള്ള ശക്തമായ ആകർഷണം വളരുകയും നിശ്ചയമായും ഭഗവാനോടുള്ള നൈസർഗികമായ പ്രേമത്തിലേക്ക് പടിപടിയായി ആ ഭക്തൻ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് 8 പടികൾ, ഇല്ലേ? സാധുസംഗ, ശ്രദ്ധ, സാധുസംഗ, അനർത്ഥ നിവൃത്തി, പിന്നെ നിഷ്ഠാരുചി, ആസക്തി, ഭജനക്രിയ, ഇല്ലേ? ഭാവ, പ്രേമ, ഇങ്ങനെ 8 പടികളുണ്ട്. അതിൽ 8ാമത്തെ പടിയാണ് പ്രേമഭക്തി എന്ന് പറയുന്നത്. ഇത് നമ്മൾ സേവനം ചെയ്ത് ഓരോ പടിയും നമ്മൾ ചവിട്ടി കയറിയെങ്കിൽ മാത്രമേ ആ പ്രേമഭക്തിയുടെ തലത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുള്ളൂ. ഹരേ കൃഷ്ണ. ഇനി 61ാമത്തെ ശ്ലോകം. ഈശ്വര സ്വരൂപ ഭക്ത താണ്ഡ്ര അധിഷ്ഠാന ഭക്തേര ഹൃദയ കൃഷ്ണേര സതത വിശ്രാമ. ഈശ്വര സ്വരൂപ ഭക്ത താണ്ഡ്ര അധിഷ്ഠാന ഭക്തേര ഹൃദയ കൃഷ്ണേര സതത വിശ്രാമ. 61ാമത്തെ ശ്ലോകം ആരെങ്കിലും ചൊല്ലൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈശ്വര സ്വരൂപ ഭക്ത താണ്ഡ്ര അധിഷ്ഠാന ഭക്തേര ഹൃദയേ കൃഷ്ണേര സതത വിശ്രാമ. വിവർത്തനം വായിക്കട്ടെ. ഭഗവത് സേവനത്തിൽ നിരന്തരം മുഴുകുന്ന ഒരു പരിശുദ്ധ ഭക്തൻ തന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാനിൽ നിന്ന് അഭിന്നനാണ്. ഭാവാർത്ഥം വായിക്കണ്ട അല്ലെ? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അദ്വിതീയനാണ്, അതിനാൽ സർവശക്തനുമാണ്. അവിടുന്ന് അചിന്ത്യ ശക്തികളുണ്ട്. അചിന്ത്യ ശക്തികളുണ്ട്. അവയിൽ 3 മുഖ്യമാണ്. ഭക്തൻ ഈ ശക്തികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഒരിക്കലും ശക്തിയുടെ ഉറവിടമായല്ല ശക്തിമാൻ, എപ്പോഴും പരമപ്രഭു തന്നെയാണ്. ശക്തികൾ ശാശ്വത സേവനം എന്ന ലക്ഷ്യത്തിനായി ഭഗവാനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ജീവസത്തയ്ക്ക് അവന്റെ ബദ്ധാവസ്ഥയിൽ പരമസത്യത്തിനു വേണ്ടി സേവനം ചെയ്യാനുള്ള മനോഭാവം കൃഷ്ണന്റെയും ആത്മീയ ഗുരുവിന്റെയും കൃപയാൽ അനാവരണം ചെയ്യപ്പെട്ടു കിട്ടുന്നു. അനന്തരം ഭഗവാൻ സ്വയം അവന്റെ ഹൃദയത്തിനുള്ളിൽ നിന്നു ദർശനം നൽകുന്നു. അതോടെ കൃഷ്ണൻ ഓരോ പരിശുദ്ധ ഭക്തന്റെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ അവന് കഴിയുന്നു. വാസ്തവത്തിൽ അവിടുന്ന് ഓരോ ജീവാത്മാവിന്റെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ഭക്തന് മാത്രമേ ഈ സത്യം അനുഭവിക്കാൻ കഴിയൂ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ കണ്ടു, ഭക്തരുടെ സംഘത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ കുറിച്ച് കേൾക്കണം, ഇല്ലേ? ശ്രീനുവദാം സഹത കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയസ്തോഹ്യ ഭദ്രാണി വിദ്നോതി സ്വയം ചിത. അതെ, ഭഗവാനെ കുറിച്ച് നമ്മൾ ഭക്തരുടെ സംഘത്തിലിരുന്ന് ഭഗവാനെ കുറിച്ച് ശ്രവിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെല്ലാം നീങ്ങിപ്പോകുമെന്ന് നമ്മൾ കണ്ടു, ഇല്ലേ? മുൻ ശ്ലോകത്തില്.
അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ നിരന്തരം ഇങ്ങനെ ഭഗവാന് സേവനം ചെയ്ത ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ആ പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും ആ പരമാത്മാവിനെ അനുസരിക്കാനും നമ്മൾ തയ്യാറാവും. അപ്പം നമ്മൾ ചിന്തിക്കരുതോ ഞാൻ ഭഗവാനാണ് എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നമുക്കൊരിക്കലും ഭഗവാനാകാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ ആരും ഈശ്വരനല്ല, ഭഗവാനല്ല. ആ ഭഗവാന്റെ തലത്തിലെത്താൻ നമുക്കൊരിക്കലും സാധിക്കില്ല. ഭഗവാൻ ഒന്നേ ഉള്ളൂ, ഇല്ലേ? ഭഗവാൻ ഒന്നേ ഉള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ് ഭഗവാൻ എന്ന് പറയാൻ യോഗ്യതയുള്ളത്. നമ്മളാരും പരിപൂർണരല്ല, നമുക്കൊക്കെ കുറവുകളുണ്ട്. ഭഗവത്ഗീതയുടെ അവതാരികയിലെ മനുഷ്യരുടെ ജീവാത്മാക്കളുടെ 4 ന്യൂനതകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ വഞ്ചിക്കും, ഇല്ലേ? തെറ്റ് ചെയ്യാനുള്ള പ്രവണത നമ്മളുടെ ഉള്ളിലുണ്ട്. അതുപോലെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്താ പറയുന്നത്, ദുർബലമാണ്, ഇല്ലേ? ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ഇല്ലേ? ഇങ്ങനെ 4 കാര്യങ്ങൾ ഭഗവത്ഗീതയുടെ അവതാരികയിൽ പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും പരിപൂർണനല്ല. നമുക്ക് ന്യൂനതകൾ, കുറവുകൾ ധാരാളം ഉണ്ട്. പക്ഷെ ഭഗവാൻ പരിപൂർണനാണ്. ഭഗവാൻ ഒരു കുറവും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഭഗവാന് ഏതൊക്കെ രൂപത്തിൽ അവതരിച്ചാലും, ഭഗവാൻ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്താലും ഭഗവാനായിട്ട് തന്നെ നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ അച്യുതൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അച്യുതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ച്യുതി ഇല്ലാത്തവൻ, നാശമില്ലാത്തവൻ. ഭഗവാനായിട്ട് തന്നെ നിലകൊള്ളുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ഭഗവാൻ ശക്തിമാനാണ്, അല്ലേ? ഭഗവാനാണ് അചിന്ത്യമായിട്ടുള്ള ശക്തി ഉള്ളത് ഭഗവാനാണ്. നമ്മൾക്കൊന്നും ആ ശക്തിയില്ല. പക്ഷേ നമ്മളും ഭഗവാന്റെ ശക്തിയാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് ബഹിരംഗ ശക്തി കൂടാതെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉത്കൃഷ്ട ശക്തിയുണ്ട്, അത് ജീവാത്മാക്കളാണ് എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഇല്ലേ? ഭഗവാൻ നമ്മളെ ഒട്ടും കുറച്ച് കാണുന്നില്ല. നമ്മളെ ശ്രേഷ്ഠരായിട്ടാണ് ഭഗവാൻ കാണുന്നത്. പക്ഷേ നമ്മൾ ഭഗവാന്റെ അത്രയും ശ്രേഷ്ഠരല്ല നമ്മൾ. അപ്പം ആ ഒരു ശുദ്ധഭക്തൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഈ 3 ശക്തികൾ, അതായത് അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി, ഈ 3 ശക്തികളിൽ ഒന്നാണ് നമ്മൾ ജീവാത്മാക്കള്. നമ്മള് ഗുരുവിന്റെയും ആധ്യാത്മിക ഗുരുവിന്റെയും ഭഗവാന്റെയും സഹായം ഇല്ലാതെ നമുക്ക് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് തന്നെയുമല്ല, ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ കൃഷ്ണഭക്തി, അതായത് ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ആധ്യാത്മിക ഗുരുവിന്റെയും ഭഗവാന്റെയും സഹായത്തോടെയാണ് നമുക്ക് സേവനത്തിനുള്ള അവസരങ്ങൾ കിട്ടുന്നത്. അങ്ങനെ അവരുടെ സഹായത്തോടെ ഭക്തിയുടെ സേവന പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങളെല്ലാം നീങ്ങി ഭഗവാന് നമ്മളുടെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പരമാത്മാവിനെ മനസ്സിലാക്കണം. ആ പരമാത്മാവിലൂടെ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനാണ് സേവനം ചെയ്യണമെന്ന് പറയുന്നത്. തിരുനാമം ജപിക്കുകയും ഭഗവാനെ കുറിച്ച് ഭക്തരുടെ ഇടയിലിരുന്ന് ശ്രവിക്കുകയും ഭഗവാനെ ഭക്തിയുടെ സേവനവും ചെയ്യുന്നതോടെ നമ്മളുടെ ഉള്ളിൽ ശുദ്ധമാകും. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ മനസ്സിലാക്കിയെടുക്കാൻ, പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയും അങ്ങനെ പരമാത്മാവിലൂടെ നമുക്ക് ഭഗവാനെ കിട്ടാൻ നമുക്ക് യോഗ്യത കൈവരികയും ചെയ്യുന്നു. അപ്പൊ എല്ലാവരുടെയും ഹൃദയത്തിൽ, എല്ലാ ശുദ്ധഭക്തരുടെയും ഹൃദയത്തില് ഭഗവാനുണ്ട്, ഇല്ലേ? ശുദ്ധഭക്തര് അവര് ഭഗവാനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാണ്. പക്ഷെ നമുക്ക് അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമ്മൾ സേവനം ചെയ്തെങ്കിൽ ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഭൗതികമായിട്ടുള്ള വിപ്ലവാത്മകരമായിട്ടുള്ള മനോഭാവങ്ങളെയൊക്കെ നമ്മൾ നീക്കിക്കളയണം. ഇതൊന്നും ശാശ്വതമല്ല, ഇതൊന്നും അങ്ങേയറ്റം ശ്രേഷ്ഠമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഭക്തിമാർഗത്തിൽ വന്നിട്ട് നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണഭക്തിയെ നമ്മൾ തട്ടി ഉണർത്തിയെങ്കിൽ മാത്രമേ അത് ഭഗവാന്റെയും ഗുരുവിന്റെ കൃപയോടെ മാത്രമേ അത് സാധിക്കുള്ളൂ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഭഗവത് പ്രാപ്തി ഉറപ്പാണ്. അപ്പം നമ്മളൊക്കെ കണ്ടീഷൻ സോൾസ് ആണ്, ബദ്ധാത്മാക്കളാണ്. അപ്പം നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മളാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, എല്ലാത്തിനെയും നമുക്ക് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ അതൊരിക്കലും നടക്കില്ല, ഇല്ലേ? ഭഗവാന്റെ ഇച്ഛ കൂടാതെ ഇവിടെ ഒരു പുല്ല് പോലും അനങ്ങില്ല. എല്ലാം ഭഗവാനാണ് നിയന്ത്രിക്കുന്നത്. നിയന്താവ് ഭഗവാനാണ്. നമ്മളൊക്കെ ആരാണ്? ഭഗവാന്റെ സേവകരാണ്, ഇല്ലേ? ജീവേര സ്വരൂപേര കൃഷ്ണേര നിത്യദാസ. നമ്മൾ ഭഗവാന്റെ നിത്യസേവകരാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ യജമാനായ ഭഗവാനെ നമ്മൾ സേവിക്കുക.
അപ്പം നമ്മള് നായയെ വളർത്തുന്നുണ്ട്. നായ എന്താ ചെയ്യുന്നത്? ആ യജമാനെ ആ വീടിനെ കാവലാണ്, ഇല്ലേ? അപ്പൊ നമ്മൾ നായയുടെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഇടും. എന്തിനാണ്? അത് വളർത്തു നായയാണെന്ന് അറിയാൻ. അതുപോലെ നമ്മളുടെ കഴുത്തിലെ ബെൽറ്റാണ് ഈ കണ്ഠിമാല, തുളസിമാല എന്ന് പറയുന്നത്. ഇത് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഭഗവാന്റെ സേവകരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഹരേകൃഷ്ണ മാതാജി മ്യൂട്ടാണ്. മാതാജി മ്യൂട്ടാണ്. കേൾക്കുന്നില്ല മാതാജി. കേൾക്കാൻ പറ്റുന്നില്ലേ ഇപ്പം? ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാം. ആ അപ്പം കണ്ഠിമാലയും തിലകമൊക്കെ നമ്മൾ വെറും ഒരു ഷോയ്ക്ക് കൊണ്ട് നടക്കുന്നതല്ല ഇത്. ഇത് കണ്ടിട്ട് ആൾക്കാരെ ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഈ കൃഷ്ണഭക്തിയിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ടാണ്. അത് തന്നെയുമല്ല, നമ്മളുടെ ശരീരം ഭഗവാന് അടിമപ്പെട്ടതാണ് എന്ന്, നമ്മുടെ ശരീരത്തിന്റെ ഉടമസ്ഥൻ ഭഗവാനാണ്. നമ്മൾ ഭഗവാന്റെ ആ ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്നുകൂടി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. ഇത് കണ്ടിട്ട് അവരും ഇതേ പാതയിൽ വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിലകം തൊടുകയും കണ്ഠിമാല ധരിക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഭഗവാന്റെ നിത്യസേവകരാണ് നമ്മൾ. അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മളുടെ ആധ്യാത്മിക ഗുരുവിലൂടെ മാത്രമേ അത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഗുരുവാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്, നമ്മളുടെ യഥാർത്ഥ ആ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളത്. അപ്പം നമ്മൾ അത് ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ട് നമ്മൾ ഭക്തിമാർഗത്തിലെ ഭക്തിയുടെ സേവന പാതയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സാക്ഷാത്കാര തലത്തിൽ എത്തിച്ചേരാൻ നമ്മളെ പോലെയുള്ള ബദ്ധാത്മാക്കൾക്ക് അത് സാധിക്കും. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും വേണം. അതായത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സുഹൃത്തം സർവഭൂതാന ജ്ഞാത്വാ മാം ശാന്തിമിച്ഛതി. നമ്മളുടെ ഉള്ളിലെ വെൽവിഷറായിട്ട്, സുഹൃത്തായിട്ടാണ് പരമാത്മാവ് നമ്മളുടെ ഉള്ളിലെ കുടികൊള്ളുന്നത്. നമ്മൾ ആ പരമാത്മാവിനെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഭക്തിയുടെ സേവനത്തിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. തിരുനാമം ജപിക്കുകയും നമ്മൾ ആത്മാർത്ഥമായിട്ട് തിരുനാമം ജപിക്കുകയും ഭഗവാന്റെ സേവനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള പരമാത്മ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ആ പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ഭഗവാനെ കിട്ടാനും നമുക്ക് കാരണമാകുന്നു. അപ്പം തിരുനാമം ജപിക്കുക, ശ്രവണം, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. ഈ പറയുന്ന ശ്ലോകങ്ങളിലൊക്കെ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശ്രവണത്തിന്റെ മഹത്വമാണ് ഇവിടെ എടുത്തു കാട്ടുന്നത്. കൃഷ്ണൻ ഓരോ പരിശുദ്ധ ഭക്തരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നറിയാൻ അവന് കഴിയുന്നു. വാസ്തവത്തിൽ അവിടുന്ന് ഓരോ ജീവാത്മാവിന്റെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ഭക്തന് മാത്രമേ ഈ സത്യം അനുഭവിക്കാൻ കഴിയൂ. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഭക്തൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്? ആ ഒരു ഭക്തൻ ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്നവനാണെങ്കിൽ ആ സേവനത്തിലൂടെ മാത്രമേ നമ്മളുടെ ഉള്ളിലുള്ള പരമാത്മ ചൈതന്യത്തെ തിരിച്ചറിയാനും ആ പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. അപ്പം ഭക്തിയുടെ സേവനം എത്രമാത്രം മഹത്താണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം 62-ാമത്തേത്. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മദന്യത്തേന ജാനന്തി നാഹം തേഭ്യോ മനാഗപി. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മദന്യത്തേന ജാനന്തി നാഹം തേഭ്യോ മനാഗപി. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി.
ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 62. ഓം നമോ ഭഗവതേ വാസുദേവായ. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മതന്യത്തേന ജാനന്തി നാഹം തേഭ്യോ മനാഗമേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. സാധുക്കൾ എന്റെ ഹൃദയമാണ്, അവരുടെ ഹൃദയങ്ങൾ ഞാൻ മാത്രവും. അവർക്ക് എന്നെ അല്ലാതെ മറ്റാരെയും അറിയില്ല. അതുകൊണ്ട് അവരെ അല്ലാതെ മറ്റാരെയും ഞാൻ എന്റേതായി അംഗീകരിക്കുകയുമില്ല. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന്, അതായത് 9:4-68 നിന്ന് ദുർവാസ മുനിയും അംബരീഷ മഹാരാജാവും തമ്മിലുള്ള തെറ്റിദ്ധാരണയുമായി ബന്ധപ്പെട്ടു വരുന്നതാണ്. തെറ്റിദ്ധാരണയുടെ ഫലമായി ദുർവാസാവ് രാജാവിനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ ഭഗവാന്റെ വിഖ്യാതമായ സുദർശന ചക്രായുധം ഭക്തനായ രാജാവിന്റെ സംരക്ഷണത്തിനായി രംഗത്തെത്തി. സുദർശന ചക്രം ദുർവാസാവിനെ ആക്രമിച്ചപ്പോൾ ഭയന്നോടി അദ്ദേഹം സ്വർഗത്തിലെ എല്ലാ മഹാദേവന്മാരുടെയും ആശ്രയം തേടി. അവർക്കാർക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ ദുർവാസാവ് വിഷ്ണുവിനോട് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. മാപ്പ് വേണമെന്നുണ്ടെങ്കിൽ അംബരീഷനിൽ നിന്നേ ലഭിക്കുകയുള്ളൂ എന്നും തന്നിൽ നിന്ന് ലഭിക്കുകയില്ലെന്നും വിഷ്ണു അദ്ദേഹത്തെ ഉപദേശിച്ചു. ആ സന്ദർഭത്തിൽ ഭഗവാൻ വിഷ്ണു പറഞ്ഞതാണ് ഈ ശ്ലോകം. മുഴുവൻ വായിക്കണം മാതാജി? ഹരേ വേണ്ട കൃഷ്ണ. വേണ്ട, ഹരേ സമയം കൃഷ്ണ. പോകും. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകമാണ്. സാധുക്കൾ, ഭഗവാൻ എന്താ പറയുന്നത്? സാധുക്കൾ എന്ന് ഉദ്ദേശിച്ച ശുദ്ധഭക്തര് ഭഗവാന്റെ ഹൃദയമാണ്. അവരുടെ ഹൃദയങ്ങൾ ഞാൻ മാത്രവും. അതായത് ഭക്തരെപ്പോഴും ഭഗവാനെ കുറിച്ചാണ് ചിന്തിച്ച് നടക്കുന്നത്. അവര് ഭഗവാനെ തങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനാണെങ്കിലോ, ഭഗവാനും അത് തന്നെ. ഭഗവാന്റെ ഹൃദയത്തില് ശുദ്ധഭക്തര് മാത്രമാണ്. ഭഗവാൻ നാരദനോട് പറയുന്നുണ്ട്, നാഹം വസാമി വൈകുണ്ഠേ യോഗിന, മറന്നുപോയ ശ്ലോകം. ഞാന് ഭക്തരുടെ ഹൃദയത്തിലാണ്, ഞാൻ വൈകുണ്ഠത്തിലോ ഒന്നുമല്ല, ഭക്തന്മാരുടെ ഹൃദയത്തില്. എവിടെ ശുദ്ധ ഭക്തരെ എന്നെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യുന്നുവോ അവിടെ ഞാൻ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതായത് യോഗികളുടെ ഹൃദയത്തിലും എന്നെ കാണാൻ സാധിക്കില്ല. എന്നെ കാണണമെങ്കിൽ എവിടെ നോക്കിയാൽ മതി? ശുദ്ധ ഭക്തരുടെ ഹൃദയത്തിൽ നോക്കിയാൽ മതി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം ഭക്തർക്ക് എന്നെ മാത്രമല്ലാതെ വേറെ ആരെയും അറിയില്ല. അതുപോലെ എനിക്കും ശുദ്ധഭക്തരെ അല്ലാതെ വേറെ ആരെയും എനിക്ക് അറിയില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ആ ശുദ്ധഭക്തിയുടെ തലത്തിൽ എത്തണമെന്ന് പറയുന്നത്. നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശുദ്ധഭക്തരെ അല്ലാതെ വേറെയും ഭഗവാന്റേതായിട്ട് അംഗീകരിക്കുകയില്ല എന്ന് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. ഇത് ദുർവാസ മുനിയും അംബരീഷ മഹാരാജാവും തമ്മിലുള്ള ഒരു തെറ്റിദ്ധാരണയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. കഥ എല്ലാവർക്കും അറിയാമില്ല. അംബരീഷ മഹാരാജാവ് ഏകാദശി നോക്കുന്നു. ഏകാദശി നോറ്റപ്പോൾ ഇന്ദ്രന് ഭയമാകും. ആരെങ്കിലും എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്താൽ ഇന്ദ്രന് ഭയമാണ്. കാരണം എന്താ? ഇന്ദ്രന്റെ പദവി നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണ്. അപ്പൊ അത് മുടക്കാനായിട്ട് ദുർവാസാവിനെ പറഞ്ഞു വിടും. അപ്പൊ ദുർവാസാവ് വന്ന് ആ പാലന വീടുന്ന സമയത്താണ് വരിക. വന്ന് ഞാൻ കുളിച്ചു വരാം. ദുർവാസാവിന് ധാരാളം ശിഷ്യന്മാരും ഉണ്ട്. ഞങ്ങൾ കുളിച്ചു വന്നിട്ടേ പാലന വീടാവുള്ളൂ എന്ന് പറയും. അപ്പൊ അംബരീഷ മഹാരാജാവ് സമ്മതിക്കും. പക്ഷെ കുളിക്കാൻ പോയ ആള് പാലന വീടേണ്ട സമയം കഴിയാറായി, എന്നിട്ടും വരുന്നില്ല. അംബരീഷ മഹാരാജാവ് എന്ത് ചെയ്തു? അല്പം വെള്ളം മാത്രം കുടിച്ച് ആ കൃത്യസമയത്ത് പാലന വീടണം. ഏകാദശി നോറ്റു കഴിഞ്ഞാൽ ആ പാലന അവസാനിപ്പിക്കും. അത് ദുർവാസ മഹർഷി കാണും, മനസ്സിലാക്കും. അപ്പൊ അദ്ദേഹം കുപിതനായിട്ട് വരും. വന്നിട്ട് അംബരീഷ മഹാരാജാവിനെ ശപിക്കുക ചെയ്യുക. എന്നിട്ട് ദുർവാസാവിന്റെ താടിയിൽ നിന്ന് രോമം പറിച്ചെടുത്തിട്ട് ആ കൃത്യയെ ഉണ്ടാക്കി അംബരീഷിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ആ സമയം എന്തുവരും? സുദർശന ചക്രം പാഞ്ഞു വരും ദുർവാസാവിനെ വധിക്കാനായിട്ട്. കാരണം എന്താ? സുദർശന ചക്രം എന്ന് പറയുന്നത് ഭഗവാന്റേതാണ്. അപ്പം സുദർശന ചക്രത്തിന് പറയാം ഭഗവാന്റെ ശുദ്ധഭക്തരെ ആരൊക്കെയാണെന്ന്. അപ്പൊ ശുദ്ധഭക്തരെ ആരെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ സുദർശന ചക്രം അത് കണ്ടു നിൽക്കില്ല. ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ് സുദർശന ചക്രം. അപ്പൊ സുദർശന ചക്രം പാഞ്ഞു വരുന്നത് കണ്ടിട്ട് ദുർവാസാവ് എന്ത് ചെയ്യും? ആദ്യം മഹാദേവന്റെ അടുത്ത് പോകും. മഹാദേവൻ കൈവിടും. ബ്രഹ്മാവിന്റെ അടുക്കൽ ചെല്ലും. അവിടെയും ആശ്രയം കിട്ടില്ല. അവസാനം വൈകുണ്ഠത്തിലെത്തും. അപ്പം വിഷ്ണു എന്താ പറയുക? എന്നെ കൊണ്ട് സാധിക്കില്ല, സുദർശന ചക്രം എൻ്റെ കൈവിട്ടുപോയി, ഇനി എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അത് ആർക്കേ സാധിക്കുള്ളൂ? അംബരീഷന് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങൊരു കാര്യം ചെയ്യും. അംബരീഷ മഹാരാജാവിന്റെ അടുത്ത് പോയിട്ട് സമസ്താപരാധം പറഞ്ഞ സാഷ്ടാംഗം പ്രണമിക്കൂ. എങ്കില്
സുദർശന ചക്രം അങ്ങേ ഒന്നും ചെയ്യില്ല എന്ന്. അപ്പം ദുർവാസ മഹർഷി വേഗം വരും, അംബരീഷന്റെ അടുത്ത് വരും. ദുർവാസാവൻ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, എന്നോട് ദയ കാണിച്ചൂടെ, സുദർശന ചക്രം പിന്നാലെ വരുന്നുണ്ട്, എന്നോട് ദയ കാണിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ മഹാവിഷ്ണു പറയും, അപ്പം ഞാന് ഭക്തരുടെ നിയന്ത്രണത്തിലാണ്, എന്നെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഭക്തരാണ് എന്നെ നിയന്ത്രിക്കുന്നത്. അപ്പൊ എനിക്ക് ഹൃദയമില്ല, എൻ്റെ ഹൃദയം ആരുടെ കയ്യിലാണ്? ഭക്തരുടെ കയ്യിലാണ്. അവര് വിചാരിച്ചെങ്കിലല്ലാണ്ട് ഇനി ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ നിൽക്കാതെ അങ്ങ് സമയം പാഴാക്കാതെ വേഗം പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അംബരീഷന്റെ അടുത്ത് വന്ന് സംസ്ഥാപരാധം പറയും. അപ്പൊ അംബരീഷ മഹാരാജാവ് ശുദ്ധ ഭക്തനാണ്. അപ്പൊ പറയും, അങ്ങ് എന്താ ചെയ്തത്? അങ്ങ് ഒരു തെറ്റും ചെയ്തില്ലല്ലോ, തെറ്റ് ചെയ്തത് ഞാനാണ്, അങ്ങ് വരുന്നതിന് മുമ്പ് ഞാൻ ഹരേ കൃഷ്ണ എന്നാൽ അതാണ് ഒരു ശുദ്ധ ഭക്തൻ എന്ന് പറയുന്നത്. തൻ്റെ തെറ്റ് സമ്മതിക്കാൻ ഒരു ഭക്തന് ഒരു മടിയുമില്ല. അതേസമയം മറ്റുള്ളവരാണെങ്കിലും നമ്മളൊക്കെ തർക്കിച്ചു നിൽക്കും, ഇല്ലേ? പക്ഷെ ശുദ്ധ ഭക്തർ ഒരിക്കലും ചെയ്യില്ല. അങ്ങേയറ്റം വിനയാന്വിതരാണ് അവര്. അപ്പൊ സാഷ്ടാംഗം പ്രണമിക്കുന്നതോടെ സുദർശന ചക്രം തിരികെ പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ആദ്യത്തെ പാരഗ്രാഫില്. അതുപോലെ ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? ഭഗവാന് പരിപൂർണനാണ്, പ്രാരബ്ധങ്ങളില്ല. അപ്പം ഭഗവാന് തൻ്റെ ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യാൻ, എന്തു വേഷവും കെട്ടാൻ തയ്യാറാണ്. നമുക്കറിയാം, അർജുനനെ രക്ഷിക്കാൻ തേരാളിയായിട്ട് വേഷം കെട്ടി, ഇല്ലേ? അതുപോലെ തന്നെ വരാഹമായിട്ടും നരസിംഹമായിട്ടും ഒക്കെ തൻ്റെ ഭക്തർക്ക് വേണ്ടിയിട്ട് അവതാരങ്ങൾ എടുത്തു. അങ്ങനെ തൻ്റെ ഭക്തർക്ക് വേണ്ടി എത്ര വേണമെങ്കിലും താഴേക്ക് വരാന് ഭഗവാൻ തയ്യാറാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഭഗവാന്റെ പദത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഭഗവാൻ എന്ത് വേഷം കെട്ടിയാലും ഏത് രൂപം കൈക്കൊണ്ടാലും ഭഗവാൻ ഭഗവാനായിട്ട് തന്നെ നിലകൊള്ളുന്നു. അപ്പം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പരിപൂർണമായിട്ട് ശരണാഗതി അടഞ്ഞവരെ സംരക്ഷിക്കുകയും ചെയ്യും ഭഗവാന്. അതിനുള്ള ഉത്തരവാദിത്തം ഭഗവാൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ എങ്ങനെയാണോ ഭഗവാനിലെ പരിപൂർണമായിട്ട് ശരണാഗതി അടയുന്നത്, അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ആധ്യാത്മിക ഗുരുവിലും പരിപൂർണമായിട്ട് ശരണാഗതി അടയണം. ആ ഗുരുവിന്റെ തൃപ്പാദങ്ങളെ നമ്മൾ പരിപൂർണമായിട്ട് ആശ്രയിക്കണം. ആ ഗുരുവിന്റെ പാദപത്മങ്ങളെ നമ്മളുടെ ഹൃദയത്തിൽ ചുവന്നുകൊണ്ട് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും തനിയെ മുന്നോട്ട് പോകാൻ, ഭക്തിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. അതാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അപ്പൊ നമുക്കൊരു വിശ്വാസം വേണം. അവശ്യ രക്ഷത് കൃഷ്ണ, ഏതവസ്ഥയിലും ഭഗവാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം നമുക്കുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും. വിശ്വാസിക്കുക മാത്രമല്ല, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഭഗവാൻ നമ്മളെ ഏതവസ്ഥയിലും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും. ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല. എപ്പോഴും നമ്മളുടെ ആധ്യാത്മിക ഗുരു എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് തൻ്റെ ശിഷ്യരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് എന്ന്, ഭക്തിയുടെ സേവനത്തിൽ എങ്ങനെയാണ് ഏർപ്പെടുത്തേണ്ടത് എന്നാണ് നമ്മളുടെ ആധ്യാത്മിക ഗുരു എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മളുടെ ഗുരുവിനെ പരിപൂർണമായിട്ട് അഭയം തേടണം, ആശ്രയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പം ഒരു ശരിയായിട്ടുള്ള ഒരു ഗുരുവിനറിയാം തൻ്റെ ശിഷ്യനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. നമ്മളുടെ എല്ലാ ന്യൂനതകളും ഗുരുവിനറിയാം, നമ്മളുടെ കഴിവുകളും ഗുരുവിനറിയാം. അപ്പോൾ ഓരോ ശിഷ്യരെയും അവരവരുടെ ന്യൂനതകൾ മനസ്സിലാക്കി, അവരുടെ കഴിവുകൾ മനസ്സിലാക്കി, അതിനനുസരിച്ചിട്ടാണ് ഗുരു ഉയർത്തിക്കൊണ്ട് വരുന്നത്. അപ്പം നമ്മൾ ഭഗവാനിൽ എങ്ങനെ പരിപൂർണമായിട്ട് സമർപ്പിതരാകുന്നുവോ അതുപോലെ തന്നെ നമ്മളുടെ ഗുരുവിൽ നമ്മൾ പരിപൂർണമായിട്ട് സമർപ്പിതരാകണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതായത് നമ്മൾ ഗുരു പറയുന്ന പോലെ 16 മാല ജപിക്കുകയും ശാസ്ത്രങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഭക്തിയുടെ സേവനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് ഈ അംബരീഷ മഹാരാജാവിൻ്റെ ഉദാഹരണത്തിലൂടെ ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഇന്ന് സമയമാകാറായി. ഇനിയും ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.